ഒന്ന് കുളിച്ച് ഫ്രഷായി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇന്ന് ഡിന്നർ എനിക്ക് ഉണ്ടാക്കിക്കൂടാന്നൊരു തോട്ടായി. പിന്നെ ആ തോട്ട് വെച്ചുകൊണ്ടിരുന്നില്ല. കിച്ചണിൽ കയറി കുറച്ച് ഉള്ളി എടുത്തു, നല്ല രീതിയിൽ ചോപ്പ് ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി നിങ്ങൾക്ക് ഇത് ക്യൂബ് സൈസ് ആയിട്ട് ചോപ്പ് ചെയ്യാം, പക്ഷെ ഞാൻ അതിലും തിന്നായിട്ടാണ് ചോപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഉള്ളി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം 2 പച്ചമുളക് എടുത്തു, അതും ഞാൻ നീളത്തിലരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ്. അതിനുശേഷം കടുകും ജീരകവും പൊട്ടിയതിന് ശേഷം കുറച്ച് ഉള്ളിയിട്ട് നല്ല രീതിയിൽ വഴന്നു വന്നപ്പോഴത്തേക്കും പച്ചമുളകും ഇട്ട് നല്ല രീതിയിൽ വഴട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ച് ആറിക്കാൻ വെക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് തൈര് അഥവാ യോഗേർട്ട്, അതായത് പുളിപ്പില്ലാത്ത തൈര് നമുക്ക് ഉപയോഗിക്കാം. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ നമ്മുടെ മല്ലിപ്പൊടിയും ഉപ്പും ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഈ മിക്സ്ചർ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രിപ്പറേഷനിലോട്ട് ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചപ്പാത്തീൻ്റെ ഒപ്പം ചോറിൻ്റെ ഒപ്പം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും